ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ എല്ലാവർക്കും അമ്മയാം ഭൂമി എന്നുള്ള ചെറിയൊരു സെക്ഷനിലെ വീട് വലുതാവുന്നു എന്നുള്ള ചെറിയ പാഠമാണ് കേട്ടോ. യൂണിറ്റ് 6 മാനത്തോളം എന്നുള്ള യൂണിറ്റിൽ നിന്നുള്ള പാഠഭാഗങ്ങളാണ് ഇത്. നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും അമ്മയാം ഭൂമി. ജനിച്ചപ്പോൾ നാം എല്ലാം എത്ര ചെറുതായിരുന്നു. പിന്നെ പിന്നെ വളർന്നു വലുതാവുകയല്ലേ നമ്മൾ. നാം വളരുന്നതിനൊപ്പം നമ്മുടെ വീടും വലുതാവാറുണ്ടോ? വീട് വലുതാവുന്നു എന്ന ഈ കഥ വായിക്കൂ. വീട് വലുതാവുന്നു. അമ്മുക്കുട്ടി ഒരു വീട് വരച്ചു. കൊച്ചു വീട്. ഇതെന്റെ പൊന്നാര വീട്. ഈ വീട്ടിൽ ഞാൻ മാത്രം. അപ്പോൾ ഞങ്ങളോ? അച്ഛനും അമ്മയുമാണ്. പിന്നെന്താ? അവൾ വീടിത്തിരി വലുതാക്കി. ഞാനെവിടെ പോകും? ഏട്ടനുണ്ട് മുഖം വീർപ്പിച്ച്. പാവമേട്ടൻ. വീട് പിന്നെയും വലുതായി. മ്യാവു മ്യാവു. കുറിഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ചകളും. അവർ എവിടെ പോകാൻ? കോലായ നീട്ടി പൂച്ചക്കൂടാക്കി. തത്തമ്മേ പൂച്ച പൂച്ച. കൂട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി രാരി തത്തമ്മ. ഷോ, മറന്നു. രാരി തത്തമ്മയ്ക്കും കിട്ടി വീട്ടിലിത്തിരി സ്ഥലം. അമ്മുക്കുട്ടിയുടെ ചെറിയ വീട് വലുതായി വലുതായി. ഇപ്പോൾ ഞങ്ങളെ വേണ്ട അല്ലേ? അയൽക്കാരായാലും സ്വന്തം പോലല്ലേ? കൂട്ടുകാർ, അയൽക്കാർ, ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ്, പറവകൾ എല്ലാമുണ്ട്. ഇപ്പോഴിത് കൊച്ചു വീടേയല്ല, വലിയ വലിയൊരു വീട്. ഇപ്പോഴാണ് ഇതൊരു വീടായത്. അമ്മുക്കുട്ടി വീടിന്റെ ചന്തം നോക്കി. താൻ മാത്രമുള്ള വീട് എത്ര വിരസം. എല്ലാവരും വന്നപ്പോൾ എത്ര രസം. അപ്പോഴൊരു തണുത്ത കാറ്റ് വീശി. പിന്നാലെ മഴയും തുടങ്ങി. നനയാതിരിക്കാൻ വലിയൊരു കുട വരച്ചുണ്ടാക്കി അമ്മുക്കുട്ടി. തരിമ്പും നനഞ്ഞില്ല ആരും. എന്റെ വീടല്ല, നമ്മുടെ വീട്, അമ്മുക്കുട്ടി തിരുത്തി. അവരെല്ലാം ചേർന്ന് ആടിപ്പാടി. അവളും അവർക്കൊപ്പം കൂടി. അമ്മുക്കുട്ടി ഒരു നല്ല മോള്, നമ്മുടെ വീടൊരു നല്ല വീട്. എഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാറാണ്. വീട് വലുതാവുന്നു എന്നുള്ള കഥാസമാഹാരമാണ്. ഇന്ന് നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. അമ്മുക്കുട്ടി മാത്രമുള്ള വീടാണോ അതോ എല്ലാവരുമുള്ള വീടാണോ നിങ്ങൾക്കിഷ്ടമായത്? എന്തുകൊണ്ട്? എല്ലാവരുമുള്ള വീടാണ് എനിക്കിഷ്ടമായത്. കാരണം എല്ലാവരും കൂടുന്ന വീട്ടിലാണ് സന്തോഷം ഉണ്ടാവുക. അമ്മയും അച്ഛനും മക്കളും അയൽക്കാരും കോഴിയും പൂച്ചയും പൂമ്പാറ്റയും പറവയും എല്ലാം ചേരുമ്പോഴാണ് അതൊരു യഥാർത്ഥ കുടുംബമായി മാറുക. അവിടെയാണ് ചിരിയും സമാധാനവും ഉണ്ടാവുക. ചോദ്യം 2. വീട് വലുതാവുന്നു എന്നാണ് കഥയുടെ പേര്. എന്തിനാണ് വീട് ഇങ്ങനെ വലുതാക്കിയത്? അമ്മുക്കുട്ടി ആദ്യം വരച്ചത് അവൾ മാത്രമുള്ള ഒരു കൊച്ചു വീടായിരുന്നു. എന്നാൽ അച്ഛനും അമ്മയും ചേട്ടനും അയൽക്കാരും പൂച്ചയും തത്തയും കോഴിയുമെല്ലാം വന്നപ്പോൾ ആ വീട് വലുതാക്കേണ്ടി വന്നു. ചോദ്യം 3. വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാവുമോ? ശരിക്കും വീട് വലുതാവുന്നത് എപ്പോഴാണ്? ചർച്ച ചെയ്യൂ. വീട്ടിൽ സ്ഥലം വർദ്ധിച്ചത് കൊണ്ട് മാത്രം വീട് വലുതായി എന്ന് പറയാൻ പറ്റില്ല. ആ വീട്ടിൽ ഒത്തിരി ഒത്തിരി ആളുകൾ വേണം. കൂടപ്പിറപ്പുകളായും ഉറ്റവരായും ജന്തുജാലങ്ങളായുമെല്ലാം ആ വീട്ടിൽ വസിക്കുമ്പോഴാണ് ശരിക്ക് വീട് വലുതായി എന്ന് നമുക്ക് പറയാനാവുക. ചോദ്യം 4. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ എന്ന കവിത ടീച്ചർ ചൊല്ലി തന്നല്ലോ. ആ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിൽ ചൊല്ലിത്തരും കവിത. ആ കവിതയ്ക്ക് അനുസരിച്ച് യോജിച്ച് നിങ്ങൾ വരികൾ കൂട്ടിച്ചേർക്കുക. കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ കവിതയുടെ ആശയം എന്താണോ അതനുസരിച്ച് തന്നെ വേണം വരികൾ വരാൻ. അതുപോലെ കവിതയുടെ താളം എന്താണോ ആ താളത്തിനൊത്ത് വേണം ബാക്കി വരികൾ വരാൻ. ചോദ്യം 5. ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്ത് കണ്ടെത്തൂ. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും കിളികളും പ്രാണികളും പൂക്കളും പൂമ്പാറ്റകളും മരങ്ങളും ചെടികളും ഇഴജന്തുക്കളും തുടങ്ങി ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും ഭൂമിയുടെ അവകാശികളാണ്. ചോദ്യം 6. കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് പോസ്റ്റർ തയ്യാറാക്കൂ. അപ്പൊ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള സന്ദേശം വരുന്ന അല്ലെങ്കിൽ ആശയം ഉൾക്കൊള്ളുന്ന ഏതാനും പോസ്റ്ററുകൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. മക്കൾക്ക് ഇതുപോലെ വരച്ചു ചേർക്കാവുന്നതാണ് കേട്ടോ. അവസാനത്തെ ചോദ്യം നോക്കൂ. ചോദ്യം 7. പിണങ്ങി ഇറങ്ങി എന്നീ 2 വാക്കുകൾ ചേർന്നതാണ് പിണങ്ങി ഇറങ്ങി എന്ന ഒറ്റ വാക്ക്. ഇതുപോലെ ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വരുന്ന മറ്റേതെല്ലാം വാക്കുകൾ കണ്ടെത്താനാവും? നമുക്ക് ആദ്യം കഥയിലുള്ള ഏതാനും വാക്കുകൾ നോക്കാം. അതുപോലെ തന്നെ അതോടൊപ്പം ഞാൻ ഏതാനും 2-3 വാക്കുകൾ കൂടെ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ. നാം എല്ലാം എന്നീ 2 വാക്കുകൾ ചേർന്നതാണ് നാം എല്ലാം. വീട് ഇത്തിരി എന്നീ 2 വാക്കുകൾ ചേർന്നതാണ് വീടിത്തിരി. പൂച്ച കൂട് എന്നീ 2 വാക്കുകൾ ചേർന്നതാണ് പൂച്ചക്കൂട്. ഇറങ്ങി ഓടി എന്നീ 2 വാക്കുകൾ ചേർന്നതാണ് ഇറങ്ങിയോടി. നനഞ്ഞു കുളിച്ചു എന്ന 2 വാക്കുകൾ ചേർന്നതാണ് നനഞ്ഞു കുളിച്ചു. വിരുന്ന് ഒരുക്കി എന്നീ 2 വാക്കുകൾ ചേർന്നതാണ് വിരുന്നൊരുക്കി. ഇങ്ങനെയുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ കണ്ടെത്തിയ ഉദാഹരണങ്ങൾ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കുക. അപ്പൊ മക്കളെ, ഇത്രയും ആക്ടിവിറ്റീസ് ആണ്
വീട് വലുതാവുന്നു എന്നുള്ള ചെറിയ പാഠത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പാഠഭാഗവും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്